കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമാണ് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഇൻഫാച്വേഷൻ സ്റ്റേജ് നിലനിൽക്കുന്നത്. പിന്നീട് ആ ഇന്റിമസി നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക തന്നെ വേണം. എല്ലാ ബന്ധങ്ങളും കൾട്ടിവേറ്റ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നട്ടു നനയ്ക്കുക തന്നെ വേണം. അതിനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മളൊരു ഔട്ടിംഗ് പോവുക അല്ലെങ്കിൽ ഒരു യാത്ര പോവുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന ഒരു എൻവയൺമെന്റിൽ നിന്ന് പുറത്തിറങ്ങി പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് യാത്ര പോകേണ്ടത്? ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് വീക്ക്ലി ട്വൈസ് എങ്കിലും പുറത്തു പോയാൽ ഒരു ഔട്ടിങ്ങിന് പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വലിയ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങുക എന്നാണ്. ഇത് ആ ഫാമിലിയിൽ നടക്കുന്ന ബേസിക് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേറൊരു ഇൻഡിവിജ്വൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഇനി ഹസ്ബൻഡും വൈഫും കുട്ടികളുമായിട്ടും ആണെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും പുറത്തേക്ക് ഇറങ്ങുക. ഇത് ആ കുട്ടികൾക്ക് അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസും അതിനോടൊപ്പം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് സജസ്റ്റ് ചെയ്യുക. ഇനി ഒരു ജോയിന്റ് ഫാമിലിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി വൺസ് എവിടെയെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഔട്ടിങ് കാര്യങ്ങളായിട്ട് എല്ലാവരുമായിട്ട് പോവാം. ഇത് നമ്മുടെ പേരൻസ് ഒക്കെ ഏജ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് ലിമിറ്റഡ് ആയതുകൊണ്ടും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. സാൽവഡോർ മിനിക്കിന്റെ സ്ട്രക്ചറൽ ഫാമിലി തെറപ്പി അനുസരിച്ച് ഒരു ഹെൽത്തി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഫാമിലിക്ക് വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ യാത്രകളും കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിഥുനം സ്റ്റൈലിൽ എല്ലാവരും കൂടെ കൂട്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്.